പോവാറായിട്ടോ. ഇപ്പം നമ്മൾ മസ്കറ്റിൽ ചേട്ടൻ്റെ ഫ്ലാറ്റിലാണുള്ളത്. ടൈം ഏകദേശം ഒരു 9:15 നൈറ്റ്. നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പോവുക. എല്ലാം കഴിഞ്ഞു, പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ചേട്ടൻ ഞങ്ങളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക, അച്ചു പോവാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുക. ഇന്ന് ഞാൻ ഫസ്റ്റ് റെഡി ആയി കഴിഞ്ഞു കേട്ടോ. ലഗേജൊക്കെ ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഗൈസ്, നമ്മളിപ്പോൾ ട്രോളി എടുക്കാൻ വന്നേക്കാം. അപ്പോൾ ഈ ബാഗ് മൊത്തം നമുക്ക് ട്രോളിയിൽ കൊണ്ടുപോകാം. ട്രോളി വന്നിട്ടുണ്ട്. ഒരു വീട്ടിലെ മൊത്തം സാധനങ്ങൾ നമ്മൾ 2 ബാഗിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ബാഗും കൂടി ഉണ്ട്. അച്ഛ റെഡിയായോ? അവിടെ ഓക്കെ. അപ്പൊ നമ്മൾ പോവാൻ പോവാ. ചേട്ടാ റെഡി ഉണ്ട്. നമ്മൾ ബൈ ബൈ പറയും. ഈ ലാസ്റ്റ് മിനിറ്റിലുള്ള കളിയും ചിരിയും തമാശയെല്ലാം വെറും ഒരു പ്രഹസനമായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ഉള്ളിലുള്ള വിഷമമൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് പുറത്ത് വരാണ്ടിരിക്കാൻ മാക്സിമം അങ്ങനെ വായിട്ടടിച്ച് എന്തെങ്കിലുമൊക്കെ തമാശ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി ഇതാണ് ചേട്ടൻ്റെ സുന്ദരി. അപ്പോൾ സുന്ദരിയിൽ ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ വന്നിട്ട്. അങ്ങനെ എയർപോർട്ടിലേക്കല്ലേ നമ്മളുടെ ലാസ്റ്റ് റൈഡും സുന്ദരിയിൽ തന്നെ. അവിടെ കൊണ്ട് ചേട്ടൻ ഞങ്ങളാക്കിയതും അതുപോലെ തന്നെ യാത്ര പറഞ്ഞതും ഇതൊന്നും തന്നെ വീഡിയോയിൽ എടുത്തിട്ടില്ല. വേറൊന്നും കൊണ്ടല്ല, കുറച്ചധികം ഇമോഷണലായി പോയ കാരണം ഫോണിൻ്റെ കാര്യവും വ്ളോഗിങ്ങിൻ്റെ കാര്യവും കുറച്ച് നേരത്തേക്ക് ഞാൻ മറന്നുപോയി ഗൈസ്. പിന്നെ നമ്മൾ എയർപോർട്ടിൽ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 10 മണിക്കാണ് ചെക്ക് ഇൻ കൗണ്ടറൊക്കെ ഓപ്പൺ ആവുകയാണെങ്കിലും നമ്മുടെ ബോർഡിംഗ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞ് നമ്മൾ വിസ ക്യാൻസലേഷൻ ആയത് കാരണം ടൈം എടുക്കുമോ എന്നുള്ളൊരു ഡൗട്ട് കാരണം ഞങ്ങൾ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഡ്രിങ്കിങ് ഫൗണ്ടൻ. ഇവിടെ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇനി നമുക്ക് പതുക്കെ നമ്മളുടെ ബോർഡിങ് സ്റ്റാർട്ടായോ നോക്കാൻ പോകും. നമ്മുടെ ബോർഡിങ് ഓൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ കാണാം അവിടെ എല്ലാവരും. ഞങ്ങൾ പക്ഷേ ഇവിടെ ഇരിക്കണം കേട്ടോ. തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞ് പതുക്കെ നമുക്ക് പോകാമല്ലോ. അങ്ങനെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് പിന്നെ ബാക്കി ഫ്ലൈറ്റിൽ കയറിയിട്ട് നോക്കാം. അങ്ങനെ എല്ലാവരും കയറി ഒരുവിധം ലാസ്റ്റൊക്കെ ആയപ്പോഴാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് പതുക്കെ ചലിച്ച് തുടങ്ങി. എന്നാലും നല്ല തിരക്കുണ്ടായിരുന്നു. ഇനി അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ഇതുപോലെ ഫ്ലൈറ്റിലേക്ക് ലഗേജ് എടുത്തിടുന്ന ആളുകളൊക്കെ ശ്രദ്ധിച്ചത്. ഈ 30 kg മാക്സിമം പാടുള്ളൂ ഒരു ബാഗേജ്. ഇനി അതിലും കൂടുതൽ വെയിറ്റ് അല്ലെങ്കിൽ എക്സ്ട്രാ ലഗേജൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം സെപ്പറേറ്റ് ബാഗേജസ് ആയിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ആളുകളൊക്കെ എടുത്തിടുമ്പോൾ അവരുടെ ഹെൽത്തും കൂടെ നോക്കണ്ടേ. പിന്നെ എന്താണെന്നറിയില്ല, ഞാൻ ഈ ഫ്ലൈറ്റിനകത്തേക്ക് കയറിയപ്പോൾ പെട്ടെന്നൊരു സൈറൻ അടിച്ചു. ഞാൻ ഇനി വിചാരിച്ചു ഇനി ഞാൻ ഫോൺ എടുത്ത് കയറിയത് കൊണ്ടാണോ ഇതടിച്ച്, അറിയില്ല എന്തോ. അപ്പം തന്നെ അത് നിന്നു കേട്ടോ. ഗുഡ് മോർണിംഗ്. അത്യാവശ്യത്തിലധികം ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടി ഉറക്കം കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലെത്തി. നമ്മൾ കൊച്ചിയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ഇവിടെ നിന്ന് ഇറങ്ങുക, പതുക്കെ പോയി ലഗേജൊക്കെ കളക്ട് ചെയ്യുക, ബാക്കി സെക്യൂരിറ്റി ചെക്കിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീട്ടുകാരെ കാണാം. അതുകൊണ്ട് എക്സൈറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ അമ്മയും അനിയനും, അച്ഛൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും അനിയനും കൂടിയിട്ടാണ് നമ്മളെ കൊണ്ടുവരാൻ വരുന്നത്. എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല ഗൈസ്, കംപ്ലീറ്റ് സർപ്രൈസാണ്. അമ്മയ്ക്ക് ഒരു ഐഡിയ ഇല്ല ഇന്ന് എന്നെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും ലാൻഡ് ചെയ്തു കേട്ടോ. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ബസ്സിൽ കയറി. ബസ് ഈ ഫ്ലൈറ്റിനെ ഒന്ന് വലം വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങളെ ഇറക്കിയത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വലിയ ലാഗൊന്നും ഇല്ലാതെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കൊച്ചിൻ ഡ്യൂട്ടി ഫ്രീയിൽ ഞങ്ങൾ കുറച്ച് നേരം അലഞ്ഞു തിരിഞ്ഞ് നടന്നു. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ലഗേജൊക്കെ കിട്ടി. ലഗേജ് കിട്ടിയതും നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ എന്താ, എല്ലാവരെയും കാണാം. ഈ സൈഡിൽ കാത്തു നിൽക്കുന്ന ആളുകൾ മുഴുവൻ ആരൊക്കെയോ എക്സ്പെക്റ്റ് ചെയ്തല്ലേ നിൽക്കുന്നത്. എന്തായാലും അവർ കാത്തിരിക്കുന്ന ആൾ വേഗം എത്തട്ടെ എന്നൊക്കെ മനസ്സിലാലോചിച്ചിട്ട് നേരെ നോക്കുമ്പോൾ അമ്മിനുവിനെ കണ്ടു. അങ്ങനെ അമ്മേനെയും അമ്മിനുവിനെയും കണ്ടപ്പോൾ ഒരു പ്രത്യേക സന്തോഷം വന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറേ നാൾക്ക് ശേഷം ഉണ്ടല്ലോ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള നമ്മുടെ ഫാമിലീനെ മീറ്റ് ചെയ്യുമ്പോൾ അത് ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം, ഒരു ഫീലൊക്കെ തന്നെയാണ് കേട്ടോ. അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യാമെന്ന് ചോദിച്ചാൽ അറിയില്ല. അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവർക്ക് കറക്റ്റായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഞങ്ങൾ ലഗേജൊക്കെ കുത്തി കയറ്റി നേരെ അങ്ങോട്ട് ഇറങ്ങി.
ഇറങ്ങിയിട്ട് ഒരു ചൂട് മസാല ദോശ, അതായിരുന്നു ഇവിടെ ഫസ്റ്റ് ടൈം. ഇനി മസാല ദോശ ശരവണഭവനിൽ നിന്ന് തന്നെ വേണം. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞതും പിന്നെ നേരെ എറണാകുളത്തൊന്ന് കറങ്ങാനിറങ്ങി. മട്ടാഞ്ചേരി പോയി, അവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ലഞ്ചിൻ്റെ ടൈമായി. നമ്മൾ അടിപൊളി ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നേരെ എൻ്റെ വീട്ടിലേക്ക് അമ്മനെ സർപ്രൈസ് ചെയ്യാൻ. എല്ലാവരും ഒരുമിച്ചുള്ള ടൈമിൽ എത്ര പെട്ടെന്നല്ലേ സമയം പോണേ. ഈ മഴ വന്നതും അതുപോലെ മഴ അങ്ങോട്ട് കുറഞ്ഞതും എല്ലാവരും കൂടെ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത സ്പെഷ്യൽ മൊമെൻറ്റ്സും എല്ലാം എത്ര പെട്ടെന്നല്ലേ മെമ്മറീസായി മാറണേ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ഭയങ്കര സ്പെഷ്യലാക്കിക്കൊണ്ട് അച്ചുവിൻ്റെ പുതിയ ജോബിൻ്റെ വിസ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ December 10th കഴിഞ്ഞ കൊല്ലം ഞങ്ങളൊരു പുതിയ പേഴ്സണൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ഇക്കൊല്ലം December 10th അച്ചുവിൻ്റെ ഒരു പുതിയ പ്രൊഫഷണൽ ലൈഫാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യണേ. ഇനി കളികൾ ദുബായിലാണ് ഗൈസ്. അപ്പോൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻ ആവുമല്ലോ എന്നുള്ള ചെറിയ വിഷമമുണ്ടെങ്കിലും നല്ല നല്ല കാര്യങ്ങളും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ലൈഫിൽ വരുമ്പോൾ കുറച്ച് കോംപ്രമൈസസ് ആർ ഓൾവേസ് ഗുഡ്.